അതൊന്നും പാടിയാൽ ഇന്ന് ആത്മാവിലാകില്ല. ഇന്ന് ആത്മാവിലാകണമെങ്കിൽ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, പല്ലുവേദനയും മുട്ടുവേദനയും മാറും. പണ്ട് ഒരു ശീല പാട്ടും പാടി ഭക്തന്മാർ ഈ സ്റ്റേജിൽ എഴുന്നേറ്റാൽ ഇരിക്കുന്ന ജനം തറയിൽ ഇരുന്നാലും തറ തൊടാതെ ആരാധിച്ചിരുന്നു. ഇന്ന് ഈ സംവിധാനങ്ങളെല്ലാം തട്ടിക്കൊട്ടി എന്റെ പൊന്നെ 10,000-കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കാതടപ്പിച്ച് കമ്പ്യൂട്ടറിന്റെയും മറ്റ് ടെക്നോളജികളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ എത്ര കൃത്രിമ പരിപാടി അവതരിപ്പിച്ചാലും മാസ് ഇലക്ട്രോണിക് ഹിപ്നോട്ടിസം ഉണ്ടാക്കിയാലും ഒരെണ്ണം ചലിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. കാര്യം എന്നറിയാമോ? പണ്ട് അവർ ആരാധിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ഉയർന്ന വാചകങ്ങൾ നിത്യതയുടെ ദർശനമായിരുന്നു. എന്തായിരുന്നു പാട്ടിൽ ഉയർന്നത്? ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴുമെന്ന്, ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. അല്ലേ? എന്താ അവർ പണ്ട് പാടിയത്? അവർ പാടി കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറായി. അല്ലേ? എന്താ അവർ പാടിയത്? ദൈവത്തിന് സ്തോത്രം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ വീണ്ടും ഈ ധരയും ക്ലേശമെല്ലാം നീങ്ങിപ്പോകും. അല്ലേ? ഇന്നോ അതൊന്നും പാടിയാൽ ഇന്ന് ആത്മാവിലാകില്ല. ഇന്ന് ആത്മാവിലാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം അതിന് പുത്തൻ ടെക്നോളജി പാട്ടുകളുണ്ട്. കർത്താവിന് സ്തോത്രം. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, പല്ലുവേദനയും മുട്ടുവേദനയും മാറും. മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക സൗഭാഗ്യങ്ങളെ ജനക്കൂട്ടത്തിന് മധ്യത്തിൽ കൃത്രിമമായി ഉയർത്തിപ്പറഞ്ഞ് ആളുകളെ വൈകാരിക സ്വർഗത്തിലെത്തിക്കുന്ന ഇന്നത്തെ ഒരു പുത്തൻ പ്രവണതയുടെ ശുശ്രൂഷയേക്കാൾ, ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണുന്ന സന്ദേശങ്ങൾ വേദിയിൽ ഉയരട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിത്യതയകത്ത് തിളയ്ക്കുന്ന എത്ര ഭക്തന്മാർ ഇവിടെയുണ്ട്? പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് ബഹുനില ബംഗ്ലാവും അപ് ടു ഡേറ്റ് മോഡൽ കാറും വീടും കാര്യങ്ങളുമായി കഴിഞ്ഞതിന് ശേഷം മരണത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും ഈ ഭൂമിയിൽ മാറി പുതയ്ക്കാൻ ഒരു പുതപ്പില്ലെങ്കിലും മാരക രോഗത്താൽ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ പോലെ ധന്യൻ മറ്റാരും